എൻ്റെ പേര് വിനോദ് എന്നാണ്. എരൂർ തൃപ്പൂണിത്തുറയാണ്. തൊഴിൽ ഇൻഷുറൻസ് വിപണനമാണ്. ഒരു 20 വർഷമായിട്ട് ഈ മേഖലയിൽ ജോലി ചെയ്യാം. ഏത് കമ്പനിയിൽ എന്ന് ചോദിച്ചാൽ ഞാനത് പ്രതിനിധാനം ചെയ്യുന്ന കമ്പനിയിൽ ഒരു പരസ്യമായിപ്പോഴും, അതുകൊണ്ട് അതിവിടെ പറയുന്നു. ഒരു പ്രത്യേക കാര്യം പറയാനാണ് വന്നത്. ഇന്ന് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ചില ഇൻഷുറൻസ് സത്യങ്ങൾ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഷെയർ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നൊരു ചിത്രമുണ്ട്, LIC ഓഫ് ഇന്ത്യ. കാരണം പഴയ കാലം മുതൽ നമ്മുടെ എല്ലാ വീടുകളിലേക്ക് നടന്നും സൈക്കിൾ ചവിട്ടിയും ഒക്കെ ചെറിയ ചെറിയ പ്രീമിയം ഒരുപാട് യാത്ര ചെയ്തൊക്കെ കൊണ്ടുവന്ന പഴയ LIC ഏജൻറ്റുമാരുണ്ട്. അന്നത്തെ കാലത്ത് അന്നുള്ളവർ അതിന് മരണച്ചിട്ടി എന്ന പേര് വന്നു. എന്നാൽ ഇന്ന് നമ്മളെല്ലാം അത് ജീവിതത്തിൽ ഒരു ഭാഗമാക്കി തന്നെ മാറ്റി. ആ പഴയ LIC ഏജൻറ്റുമാർക്ക് ഒരു ബിഗ് സല്യൂട്ട്. 1944 ഇൻഷുറൻസ് മേഖലയുടെ ദേശസാൽക്കരണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ബില്ല് അവതരിപ്പിക്കപ്പെട്ടു. 1956 അത് നടപ്പിലായി. അന്നുണ്ടായിരുന്ന 154 ഭാരതീയ ഇൻഷുറൻസ് കമ്പനികൾ കൂടാതെ അന്നുണ്ടായിരുന്നത് 16 വിദേശ കമ്പനികളുണ്ടായിരുന്നു. അതും കൂടാതെ 75 പ്രോവിഡൻറ്റുകളുണ്ടായിരുന്നു. 1956 ലൈഫ് ഇൻഷുറൻസ് ആക്ട് പാസ്സായതോടെയാണ് LIC ഓഫ് ഇന്ത്യ നിലവിൽ വന്നത്. അന്ന് 5 മേഖലാ ഓഫീസുകളും 33 ഡിവിഷണൽ ഓഫീസുകളും 212 ശാഖകളും ഉണ്ടായിരുന്ന LIC ഓഫ് ഇന്ത്യ എന്ന കമ്പനിക്ക് ഇന്ന് 2048 ശാഖകളും 8 മേഖലാ ഓഫീസുകളും 992 സാറ്റലൈറ്റ് ഓഫീസുകളും ഏറ്റവും പ്രധാനം 8,03,820 ഏജൻറ്റുമാരും ഇന്നുണ്ട്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഏകദേശം 30% താഴെയാണ് ഇന്നും സഫീഷ്യൻ്റായിട്ടുള്ള ലൈഫ് ഇൻഷുറൻസ് കവറേജുള്ള ആൾക്കാരുള്ളത്. മറിച്ച് 1818 ബ്രിട്ടീഷുകാർ ആരംഭിച്ച ഓറിയൻ്റൽ ഇൻഷുറൻസ് കമ്പനിയാണ് ആദ്യമായി ഭാരതീയർക്ക് ഇൻഷുറൻസിൻ്റെ സേവനം നൽകിയത്. 1972 ജനറൽ ഇൻഷുറൻസ് മേഖലയിലും ദേശസാൽക്കരണം നടന്നു. ആ സമയത്ത് 107 വിദേശിയും സ്വദേശിയുമായ ജനറൽ ഇൻഷുറൻസ് കമ്പനികൾ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു. 1972 നമ്മൾ ജനിച്ചിട്ടേ ഉള്ളൂ. ഈ 107 കമ്പനികളെ ഇന്നത്തെ 4 പൊതുമേഖല സ്ഥാപനങ്ങളാക്കി ചുരുക്കിയത് ലാഭകരമായി നടത്തിക്കൊണ്ടു പോകാനായിരുന്നെങ്കിൽ ആ കമ്പനികളും മെർജ് ചെയ്ത് ഒന്നായി ചുരുങ്ങാൻ പോകുന്നു. വീണ്ടും എന്താണ് സംഭവിച്ചത്? 1996 ഉദാരവൽക്കരണം നടപ്പിലാക്കിയതിന് ശേഷം 49 കമ്പനികളാണ് പുതിയതായിട്ട് ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ചത്. 1999 ഇവരുടെ നിരീക്ഷണത്തിനായിട്ടാണ് കേന്ദ്ര ഗവൺമെൻറ് IRDA ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റിക്ക് രൂപം നൽകി. ഇന്ന് നോക്കൂ, 5 സ്റ്റാൻഡ് അലോൺ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികൾ, 31 ജനറൽ ഇൻഷുറൻസ് കമ്പനികൾ, 24 ലൈഫ് ഇൻഷുറൻസ് കമ്പനികൾ, ആകെ 39 ഇൻഷുറൻസ് കമ്പനികളാണിപ്പോൾ നമ്മുടെ ഉള്ളിലുള്ളത്. LIC ഓഫ് ഇന്ത്യയിൽ 9 ലക്ഷത്തോളം ഏജൻറ്റുമാർ പ്രവർത്തിക്കുന്നുവെങ്കിൽ 1956 LIC വരുന്നതിന് മുൻപുണ്ടായിരുന്ന 4 ജനറൽ ഇൻഷുറൻസ് കമ്പനികളിലെല്ലാം കൂടി ആകെ കൂടി പ്രവർത്തിക്കുന്ന ഏജൻറ്റുമാർ വെറും 3 ലക്ഷത്തിൽ താഴെ മാത്രം. എന്താല്ലേ? ഇവരാണ് നമ്മുടെ വീട്ടിലെ വാഹനത്തിൻ്റെയും മറ്റുള്ള കന്നുകാലി അതുപോലെ കാറ്റിൽ ഇൻഷുറൻസ് എല്ലാം മേടിച്ചുകൊണ്ട് പ്രീമിയം അടച്ചുകൊണ്ടിരുന്നത്. ഭൂരിപക്ഷം ഏജൻറ്റുമാരും വാഹന ഇൻഷുറൻസിൻ്റെ ചെയ്യുന്നവരാണ്. അവരിൽ ഇപ്പോഴും പലർക്കും ഒരു ദിവസം മുഴുവൻ ചെയ്താൽ തീരാത്ത ജോലിയുണ്ട്, വാഹനത്തിൻ്റെ മാത്രം. ബ്രിട്ടീഷുകാരുടെ കാലത്താണ് ജനറൽ ഇൻഷുറൻസ് ആരംഭിച്ചതെങ്കിൽ ഇന്നും അവർ പ്രാധാന്യം നൽകുന്നത് ആരോഗ്യ ഇൻഷുറൻസ് തന്നെയാണ്, വിദേശ രാജ്യങ്ങളെല്ലാം. ഇന്ത്യയിലാവട്ടെ ഒരു തൊഴിലാളിയായി നിലനിൽക്കുന്ന കാലത്ത് മാത്രം കിട്ടുന്ന പദ്ധതികൾ ESI ഉണ്ട്, ECHS ഉണ്ട്, ഗ്രൂപ്പ് ഇൻഷുറൻസ് തുടങ്ങിയ പല പദ്ധതികളുണ്ട്. ഇതൊക്കെ മാറ്റി നിർത്തിയാൽ സർക്കാർ RSBY സ്കീം
ഇൻഷുറൻസ് കമ്പനികൾ വഴി നടപ്പിലാക്കിയതിന് ശേഷം മാത്രമാണ് ഒരു ചെറിയ ഇൻഷുറൻസ് പദ്ധതിയെങ്കിലും ഗവൺമെൻറ് ആശുപത്രികൾ വഴി ജനങ്ങളിലേക്ക് എത്തും. പഴയകാലത്ത് ജനറൽ ഇൻഷുറൻസ് ഏജൻറ്റുമാർക്ക് അറിയാമായിരിക്കും ഈ മൈക്രോ ഇൻഷുറൻസ് പദ്ധതികളായ UHIs എന്ന് പറയുന്നൊരു സ്കീമുണ്ട്. യൂണിവേഴ്സൽ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം എന്നാണ്. വാഹന ഇൻഷുറൻസിൻ്റെ കൂടെ നിബന്ധനകളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി ചേർപ്പിച്ച അവർക്ക് ഒരു കാലമുണ്ട്. അവർക്കൊരു ബിഗ് സല്യൂട്ട് കൊടുക്കണം. അന്ന് അത് BPL ഫാമിലിക്ക് സബ്സിഡിയോടുകൂടിയും APL ഫാമിലിക്ക് സബ്സിഡി ഇല്ലാതെയുമാണ് ജനറൽ ഇൻഷുറൻസ് കമ്പനികൾ നടത്തിയത്. മറ്റൊരു പദ്ധതിയായിരുന്നു ജന ആരോഗ്യ ബീമാ പോളിസി, JABP. ഇതൊരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയാണ്. 70 രൂപ അടച്ചു കഴിഞ്ഞാൽ ഒരു വർഷം 5000 രൂപ വരെയുള്ള ചികിത്സാ പദ്ധതികൾ ചികിത്സാ ചെലവ് കിട്ടുമായിരുന്നു. ഇതൊക്കെ എല്ലാ സ്വകാര്യ ആശുപത്രികളിലും റീഇംബേഴ്സ്മെൻ്റ് ആയിട്ടാണ് കൊടുത്തുകൊണ്ടിരുന്നത് അന്നത്തെ കാലത്ത്. മൈക്രോ ഇൻഷുറൻസ് പദ്ധതികളിൽ നിന്നുള്ള ഫണ്ട് ഗവൺമെൻറ് ആശുപത്രികളിൽ കിട്ടിയപ്പോൾ വന്ന മാറ്റം നമ്മുടെ ഗവൺമെൻറ് ആശുപത്രികളിൽ നിന്ന് നേരിട്ട് ചെന്നാൽ നമുക്ക് കാണാൻ പറ്റും. കാരണം വെച്ചാൽ അവർ ആശുപത്രികൾ ഒരുപാട് വികസിച്ചു. എന്നാൽ ഈ പറഞ്ഞ പദ്ധതികളൊന്നും ഇന്നത്തെ ഏതെങ്കിലും കമ്പനിയിൽ നിന്ന് കിട്ടാനില്ല. കാരണം ഇന്നത്തെ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളിലെ മുറിവാടക തന്നെ ദിവസം 7000 രൂപയോളൊക്കെ. ഇൻഷുറൻസ് കമ്പനികളുടെ പ്രവർത്തനം IRDAയുടെ നിയന്ത്രണത്തിലായപ്പോൾ മുതൽ പൊതുജനങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ, ഉപകാരപ്പെടുന്ന മാറ്റങ്ങളുണ്ടായി. ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ മുമ്പിൽ ഒരാൾക്കും പോയി തലകുനിച്ച് നിൽക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല. വാഹന ഇൻഷുറൻസ് തന്നെയാണ് ഏറ്റവും നല്ല ഉദാഹരണം. കാരണം നിർബന്ധിതമായിട്ടുള്ള ഒരു ഇൻഷുറൻസാണ് വണ്ടിയുടെ ഇൻഷുറൻസ് പറയുന്നത്. അതിനകത്ത് ഇന്ന് നമുക്ക് കിട്ടുന്ന അപകടമരണ കവറേജോട് കൂടിയ വാഹനത്തിൻ്റെ തേർഡ് പാർട്ടി ഇൻഷുറൻസ്, അതാണ് ഏറ്റവും നല്ല ഉപകാരം. ഇന്ന് ഇതിന് ഒരു ഏജൻറ്റിന് പണ്ട് ഈ ഇൻഷുറൻസൊക്കെ അപകട ഇൻഷുറൻസിൻ്റെ ആനുകൂല്യമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അവർക്ക് അത്രയ്ക്ക് ബുദ്ധിമുട്ടില്ല. കാരണം ഒരു നിർബന്ധിത ഇൻഷുറൻസാണ്. വാഹനങ്ങളുടെ ഉപയോഗം വർദ്ധിച്ചു, അപകടങ്ങളുടെ നിരക്ക് വർദ്ധിച്ചു, ഇൻഷുറൻസ് കമ്പനികളുടെ ക്ലെയിം റേഷ്യോയും വർദ്ധിച്ചു. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവർ വാഹനത്തിൻ്റെ ഇൻഷുറൻസിൻ്റെ പ്രീമിയത്തിനും വർധന വരുത്തിയിട്ടു. പക്ഷേ ഇത് നിർബന്ധിതമാക്കിയതുകൊണ്ട് അപകടത്തിൽപ്പെടുന്നവർക്കുള്ള നഷ്ടപരിഹാരം രാജ്യത്തുള്ള നിയമവ്യവസ്ഥയെ ആസ്പദമാക്കിയിട്ട് MACT വഴിയാണ് പരിഹരിക്കപ്പെടുന്നത്. പക്ഷേ ഇൻഷുറൻസ് പോളിസി പുതുക്കാതെ അപകടത്തിൽപ്പെട്ട ഒരു വ്യക്തിക്കോ നഷ്ടപരിഹാരത്തിന് അർഹതയില്ല. കാരണം അത് പുതുക്കേണ്ടത് നമ്മുടെ കടമയായിരുന്നു. അങ്ങനെ പെട്ടുപോകുന്നവർക്ക് മറ്റുള്ള ഏതെങ്കിലും സഹായത്തിന് വേണ്ടിയിട്ട് അവർ കൈനീട്ടി നടക്കേണ്ട അവസ്ഥ. ഈ കോവിഡ് കാലത്ത് കുടുംബത്തിൻ്റെ പ്രധാന ആവശ്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്ന പണം അപ്രതീക്ഷിതമായി ആശുപത്രിയിലേക്ക് ഒഴുകി പോവുകയാണ്. നമ്മൾ റോഡുകളും ഒക്കെ മോശമാകുമ്പോൾ നമ്മൾ പരാതി പറയും. സർക്കാർ ഫണ്ട് ആശുപത്രിയിലേക്ക് ഇതുപോലെ തന്നെയാണ് ഈ കോവിഡ് കാലത്ത് സർക്കാർ ഫണ്ടും ആശുപത്രികളിലേക്ക് ഒഴുകി പോകുന്നു. എന്നുവെച്ചാൽ സർക്കാരിൻ്റെ പല കാര്യങ്ങളും പറഞ്ഞ ഒരു ചികിത്സാ രംഗത്തേക്ക്, ആരോഗ്യരംഗത്തേക്ക് അതിനാണ് പ്രയോറിറ്റി. ഉള്ളവനും ഇല്ലാത്തവനും, ടാക്സ് അടയ്ക്കണവനും ടാക്സ് അടയ്ക്കാത്തവനും എല്ലാവരും ഇൻഷുറൻസ് ഇല്ലാത്തതുകൊണ്ട് സർക്കാർ ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയിട്ട് പുറകെ പോകും. അതുകൊണ്ടാണ് സർക്കാർ നിയന്ത്രണത്തിലുള്ള നിബന്ധനകളോട് കൂടിയ ആരോഗ്യ സഞ്ജീവനി, കൊറോണ കവച് തുടങ്ങിയ പദ്ധതികൾ ഒരേ പേരിൽ തന്നെ എല്ലാ ഇൻഷുറൻസ് കമ്പനികളിലൂടെയും ഗവൺമെൻറ് നടപ്പിലാക്കും. ഇതിൽ മുഖ്യമായ പങ്ക് ആരോഗ്യ ഇൻഷുറൻസ് പ്രവർത്തകർക്ക് മാത്രമാണ്. വളരെ സന്തോഷമായിട്ടൊരു കാര്യമുണ്ട് കേട്ടോ. ഇനി എല്ലാം ഒന്ന് മനസ്സിലാക്കിയിട്ട് പോയി തലവെച്ച് കൊടുത്താൽ മതി. കാരണം വെച്ചാൽ ഇൻഷുറൻസ് കമ്പനികൾ പറയുന്ന കാര്യങ്ങളൊന്നും അപ്പാടെ അങ്ങോട്ട് വിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. കാരണം വെച്ചാൽ ഈ ഒക്ടോബർ 2020 മുതൽ ഇന്ത്യയിൽ IRDA സ്റ്റാൻഡർഡൈസേഷൻ നിയമം പ്രാബല്യത്തിലായതോടുകൂടി മെഡിക്കൽ ഇൻഷുറൻസ് രംഗം ഒന്നുകൂടി ജനോപകാരപ്രദമായ രീതിയിലേക്ക് മാറ്റി. തന്മൂലം പ്രീമിയത്തിലും മാറ്റം വന്നിട്ടുണ്ട്. ലോൺ വാങ്ങാൻ ബാങ്കിൽ ചെന്ന് പണ്ട് ബാങ്ക് മാനേജറുടെയൊക്കെ മുമ്പിൽ പോയി തലകുനിച്ച് നിൽക്കേണ്ടി വന്ന ഒരവസ്ഥ നമുക്കുണ്ട്. പക്ഷേ ഇന്ന് ലോൺ വാങ്ങാൻ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ എത്തിച്ചു തരും. ഇനി നമുക്ക് ടെലിഫോൺ കണക്ഷൻ എടുക്കണമെങ്കിൽ പണ്ടൊക്കെ നമ്മൾ മണിക്കൂറുകളോളം നമ്മൾ ക്യൂ നിന്നിട്ടുണ്ട്. ഇപ്പോൾ വീട്ടിൽ കൊണ്ടുതരും കണക്ഷൻ വേണ്ട. അതുപോലെ തന്നെ വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മണിക്കൂറുകളോളം ചിലവഴിക്കേണ്ടി വന്ന ജനറൽ ഇൻഷുറൻസ് കമ്പനിയിലേക്ക് പ്രവർത്തകർക്ക് ഉപഭോക്താക്കളെ ബുദ്ധിമുട്ടിക്കാതെ നല്ല സേവനം അവർക്ക് കൊടുക്കാൻ ഇപ്പോൾ സാധിക്കുന്നുണ്ട്. കാരണം ഡിജിറ്റലൈസേഷൻ്റെ ഭാഗമായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം സ്വകാര്യ മേഖല വന്നതിന് ശേഷം മാത്രമല്ലേ. ഈ സ്വകാര്യ മേഖല വന്നതിന് ശേഷം ഇത്രയും കമ്പനികളിൽ തൊഴിലുണ്ടായിട്ടില്ലേ.
അതുപോലെ തന്നെ തൊഴിലവസരങ്ങളും ഉണ്ടായി. ഇനിയും നമ്മൾ ഇറങ്ങിത്തിരിക്കേണ്ട ഒരു മേഖലയുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട അറിയാവുന്ന ഇൻഷുറൻസ് പ്രവർത്തകരെല്ലാം മനസ്സിലാക്കേണ്ടത് ഈ നാടിനൊപ്പം നിൽക്കണം. നാടിൻ്റെ ആവശ്യമാണ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി എന്ന് പറയുന്ന സാധനം കൊണ്ടുവരേണ്ടത്, ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത്. ഇത് ബോധവൽക്കരിച്ച് കൊടുക്കാനേ പറ്റുള്ളൂ. വളരെയധികം ബോധവൽക്കരിച്ച് കൊടുക്കണം. കാരണം വെച്ചാൽ ഓരോ ഇൻഷുറൻസ് പദ്ധതികൾക്കും ഓരോ നിയമങ്ങളുണ്ട്, ലിമിറ്റേഷൻസ് ഉണ്ട്. പാവപ്പെട്ടവരെന്നോ പണക്കാരനൊന്നുമില്ല. നല്ല ഇൻഷുറൻസ് പദ്ധതി എടുക്കുന്നവർക്ക്, നല്ല ചിന്തിച്ചെടുക്കുന്നവർക്ക് നല്ല ആനുകൂല്യങ്ങൾ കിട്ടും. ഈ ആരോഗ്യ സഞ്ജീവനി പോലെയുള്ള പദ്ധതികളാണെങ്കിലും നിയമമായി വരണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. കാരണം വെച്ചാൽ നാളെ കുട്ടിക്ക് കല്യാണം കഴിക്കേണ്ട പ്രായമാകുമ്പോൾ ഒരു ആരോഗ്യ ഇൻഷുറൻസ് എടുത്തിട്ട് വന്നു കഴിഞ്ഞാൽ വിവാഹ സർട്ടിഫിക്കറ്റ് തരുള്ളൂ അല്ലെങ്കിൽ എന്നൊക്കെ പറയുന്ന ഒരു കാലം, അല്ലെങ്കിൽ കുഞ്ഞ് ജനിക്കുമ്പോൾ കുഞ്ഞിന് ആരോഗ്യ ഇൻഷുറൻസ് ഉൾപ്പെടുത്തിയതിന് ശേഷം മാത്രമേ ജനന സർട്ടിഫിക്കറ്റ് തരുള്ളൂ എന്ന് പറയുന്നൊരു കാലം. അതാണ് നമ്മുടെയൊക്കെ സ്വപ്നം. കാരണം വെച്ചാൽ അന്ന് നിസ്സാര തുക ഇന്ന് ജീവിതത്തിൻ്റെ ഭാഗമായി നമ്മൾ LIC ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി സമ്പാദ്യം പോലെ അംഗീകരിച്ചതുപോലെ ഒരു സമ്പാദ്യം എന്ന് പറയുന്നത് സർക്കാരിൻ്റെ ആവട്ടെ നമ്മുടെ ആവട്ടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ സമ്പാദ്യമല്ല. അപ്പോൾ പണം നഷ്ടപ്പെടാതെ സൂക്ഷിക്കുന്നതാണ് എപ്പോഴും സേഫ്. അതുകൊണ്ട് നമ്മുടെ എല്ലാ അറിയാവുന്നവരും അതായത് ഇന്ന കമ്പനിയൊന്നുമില്ല, നല്ല കമ്പനിയിൽ നിന്ന്, നല്ല സേവനം കിട്ടുന്ന സ്ഥലത്ത് നിന്ന് നല്ല ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികൾ നമ്മുടെ കുടുംബത്തിന് സമ്മാനിക്കുക. കാരണം ആരോഗ്യസ്ഥിതി എന്ന് പറയുന്നത് എൻ്റെ ആയാലും നിങ്ങളുടെ ആയാലും ഈ കൊറോണ കാലത്ത് എപ്പോൾ വേണമെങ്കിലും മാറാം. ആരോഗ്യമുള്ളപ്പോൾ ആരോഗ്യം ഇൻഷുറൻസ് എടുത്ത് വയ്ക്കുക. സർക്കാരിൻ്റെ ആണെങ്കിലും ആരോഗ്യ സഞ്ജീവനി എന്ന പോളിസി എടുത്ത് വയ്ക്കുക. ഇത് നമ്മൾ എടുത്തു വയ്ക്കുമ്പോൾ നാളെ ഒരു നിയമമായിട്ട് വന്നാലും അന്നും അപകടത്തിൽപ്പെട്ട വണ്ടിക്ക് ഇൻഷുറൻസ് എടുക്കാൻ പറ്റില്ല എന്ന് പറയുന്ന പോലെ മാരകമായ അസുഖങ്ങൾ കണ്ടെത്തിയവരെ ഇൻഷുറൻസ് ചേർക്കണമെന്നില്ല. അങ്ങനെയുള്ളവർക്ക് വേണ്ടി മാത്രം ഗവൺമെൻറ് എന്തെങ്കിലും പദ്ധതികൾ തയ്യാറാക്കിയാൽ മതിയാകും. അപ്പോൾ ആരോഗ്യമുള്ളപ്പോൾ ആരോഗ്യ ഇൻഷുറൻസ് എടുത്ത് ആരോഗ്യത്തോടെ സമാധാനമായിട്ട് സന്തോഷത്തോടെ ഈ കൊറോണ കാലത്ത് സേഫായിട്ടിരിക്കുക. താങ്ക് യു.